ഹലോ എവ്രി വൺ, വെൽക്കം ടു റെയിൻബോസ്. അപ്പോൾ ഇന്ന് നമ്മൾ NCERT ക്ലാസ് 6 ഇംഗ്ലീഷിലെ ചാപ്റ്റർ ചേഞ്ച് ഓഫ് ഹാർട്ടിലെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ പേജസ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. ഇത് സെക്കൻഡ് പാർട്ടാണ്. On that day, everyone was discussing their game and how Prabhat had played so well. അപ്പോൾ ആ ദിവസം on that day, everyone was discussing their game. എല്ലാവരും അവരുടെ ഗെയിം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. പ്രഭാതിൻ്റെയും സൂര്യയുടെയും ഗെയിം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഹൗ പ്രഭാത് ഹാഡ് പ്ലേഡ് സോ വെൽ. പിന്നെ പ്രഭാത് എത്ര നന്നായാണ് കളിച്ചതെന്നും ഡിസ്കസ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ പാട്ടിൽ പ്രഭാത് സൂര്യയെ ബാഡ്മിന്റൺ മാച്ചിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ചീറ്റിംഗ് ചെയ്ത് തോൽപ്പിച്ചു. സർപ്രൈസിംഗ്ലി പ്രഭാത് കുഡ് നോട്ട് സ്ലീപ് വെൽ ദാറ്റ് നൈറ്റ്. അപ്പോൾ എന്തായിരുന്നു സർപ്രൈസിങ്? പ്രഭാതിന് ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഹി ഹാഡ് വോൺ ദ ഗെയിം. അവൻ ഗെയിമിൽ ജയിച്ചു. ബട്ട് ഹി ഡിഡ് നോട്ട് ഫീൽ ആസ് ഹാപ്പി ആസ് ഹി യൂഷ്വലി ഡിഡ്. പക്ഷെ അവന് യൂഷ്വലി ഗെയിമിൽ ജയിക്കുമ്പോൾ ഹാപ്പി ആകുന്ന രീതിയിൽ അവന് ഹാപ്പി ആയിട്ട് തോന്നിയില്ല. അവൻ ഇത്തിരി സാഡ് ആയിരുന്നു. What was surprising was that Surya did not feel bad about losing. എന്തായിരുന്നു സർപ്രൈസിങ്? സൂര്യക്ക് തോറ്റപ്പോൾ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അവൻ ഹാപ്പി ആയിരുന്നു. അവൻ അതിനെക്കുറിച്ച് ബോദർ ചെയ്തില്ല. വിന്നിങ്ങും ലൂസിനെയും കുറിച്ച് അവൻ ബോദർ ചെയ്തിട്ടില്ല. ഗെയിമിനെ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. What was more surprising was that Prabhat saw. അപ്പോൾ എന്താണ് ഇതുകൂടെ സർപ്രൈസിങ്? പ്രഭാത് എന്തോ കണ്ടു. അത് അപ്പുറത്തെ പേജിലാണ്. നമുക്ക് അപ്പുറത്തെ പേജ് നോക്കാം. What was more surprising was that Prabhat saw Surya playing basketball the next day. അപ്പോൾ പ്രഭാത് സൂര്യ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ടു. അടുത്ത ദിവസം സൂര്യ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ടു. Surya was so hopeless at it that he could not score a basket for 10 minutes. അപ്പോൾ സൂര്യക്കാണെങ്കിലോ ബാസ്കറ്റ്ബോൾ കളിക്കാനേ അറിയില്ല. അപ്പോൾ അവൻ ഹോപ്പ്ലെസ് ആയിരുന്നു. ഹോപ്പ്ലെസ് ഒരു ന്യൂ വേർഡാണ്. ഹോപ്പ്ലെസ്, ഹാവിങ് നോ സ്കിൽസ് ഇൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്കിൽസ് ഇല്ല, അതിനെ നമുക്ക് ഹോപ്പ്ലെസ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം കളിക്കാൻ അറിയില്ല. ഇപ്പോൾ തന്നെ ബാസ്കറ്റ്ബോൾ സൂര്യക്ക് കളിക്കാൻ അറിയില്ല, ഒട്ടും അറിയില്ല. അതിനെ നമുക്ക് ഹോപ്പ്ലെസ് എന്ന് പറയാം. അപ്പോൾ അവൻ ബാസ്കറ്റ്ബോൾ അത്രയ്ക്ക് ഹോപ്പ്ലെസ് ആയിരുന്നു. ഇതെന്ന് വെച്ചാൽ അവന് ഒരു ബാസ്കറ്റ് പോലും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി നോക്കിയാലോ. Yet he enjoyed playing this game. അവന് കളി അറിയില്ലെങ്കിലും, കളിയിൽ ഹോപ്പ്ലെസ് ആയിരുന്നെങ്കിലും അവൻ ഈ ഗെയിം എൻജോയ് ചെയ്തു. പ്ലേ ചെയ്യുന്നതിൽ എൻജോയ് ചെയ്തു. ഹിസ് ഹാപ്പി സ്മൈൽ നെവർ ലെഫ്റ്റ് ഹിസ് ഫേസ്. അവൻ്റെ ഹാപ്പി ആയിട്ടുള്ള സ്മൈൽ അവൻ്റെ ഫേസിൽ നിന്ന് പോയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അവൻ സങ്കടപ്പെട്ടിട്ടില്ല. അവൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. Prabhat kept a close watch on Surya for some days. അപ്പോൾ പ്രഭാത് kept a close watch on. ഇതൊരു ന്യൂ സെന്റൻസ് ആണ്. ഒബ്സർവ്ഡിനെ ഒരു വലിയ സെന്റൻസ് ആക്കി എഴുതിയിരിക്കുന്നതാണ് kept a close watch on. സൂര്യയെ ഒബ്സർവ് ചെയ്തു. പ്രഭാത് kept a close watch on Surya for some days. പ്രഭാത് observed Surya for some days. പ്രഭാത് ആണെങ്കിൽ സൂര്യയെ ഒബ്സർവ് ചെയ്തു. ഹി വാസ് ഗ്രേറ്റ് അറ്റ് സം തിങ്സ്. അപ്പോൾ സൂര്യയാണെങ്കിൽ ചില സാധനങ്ങളിൽ ഗ്രേറ്റ് ആയിരുന്നു, ചില കളികളിൽ ഗ്രേറ്റ് ആയിരുന്നു. ടെറിബിൾ അറ്റ് അതേഴ്സ്, ചിലതിൽ ടെറിബിൾ ആയിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. ബട്ട് വാട്ട് വാസ് കോമൺ വാസ് ദി എൻജോയ്മെന്റ്. അപ്പോൾ എന്തായിരുന്നു കോമൺ? അവൻ എല്ലാത്തിനെയും എൻജോയ് ചെയ്യുമായിരുന്നു. വാട്ട് വാസ് കോമൺ വാസ് ദ എൻജോയ്മെന്റ്. അവൻ എല്ലാത്തിനെയും ഈക്വലി എൻജോയ് ചെയ്യുമായിരുന്നു. ഹി എൻജോയ്ഡ് എവ്രിതിങ് ഈക്വലി. അവൻ എല്ലാത്തിനെയും ഈക്വലി എൻജോയ് ചെയ്തിരുന്നു. അവൻ വിന്നിങ്ങിനെ ലോസിനെയും കുറിച്ച് ബോദർ ചെയ്തിട്ടേ ഇല്ല.
അവൻ ഫ്രണ്ട്ലി മാച്ചസ് ആയിട്ടാണ് എല്ലാത്തിനും എടുത്തിട്ടുള്ളത്. As Prabhat went on with his observations, he realized that to enjoy a game, you did not need a scoreboard to keep a tally of your scores. As Prabhat went on with his observations, അപ്പോൾ പ്രഭാത് അവൻ്റെ ഒബ്സർവേഷൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ he realized that to enjoy a game, അവൻ എന്തോ റിയലൈസ് ചെയ്തു. ഒരു ഗെയിം എൻജോയ് ചെയ്യാൻ you did not need a scoreboard to keep a tally of your scores. നിങ്ങൾക്ക് സ്കോർ ബോർഡ് ആവശ്യമില്ല. സ്കോർസിന്റെ ടാലി കീപ്പ് ചെയ്യാനുള്ള സ്കോർ ബോർഡ് ആവശ്യമില്ല. Neither did you have to worry about winning nor losing. നിങ്ങൾക്ക് വിന്നിങ്ങും ലൂസിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ തോറ്റാലും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. You needed to enjoy the game for its own sake. നമുക്ക് ആ ഗെയിമിനെ എൻജോയ് ചെയ്യണം for its own sake. അപ്പോൾ സേക്ക് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ you needed to enjoy the game for its own sake. നമ്മൾ ആ ഗെയിം എൻജോയ് ചെയ്യണം for its own sake. നമ്മുടെ സേക്കിന് തന്നെ. സേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിന് തന്നെ എൻജോയ് ചെയ്യണം. വേറെ ആരും നിർബന്ധിച്ചിട്ടല്ല, നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് സേക്കിന്റെ അർത്ഥം. What matters is trying to do well. അപ്പോൾ എന്താണ് ഇതിൽ മാറ്റർ ചെയ്യുന്നത്? നന്നായി കളിക്കാൻ ശ്രമിക്കണം. തോറ്റാലും ജയിച്ചാലും ശ്രമിക്കരുത്. ആൻഡ് എൻജോയിങ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്. പിന്നെ ആ ഗെയിമിന്റെ എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യണം. അതാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഗെയിമിന്റെ എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യണം. Prabhat learned something through the observations every day. അപ്പോൾ പ്രഭാത് എന്തോ പഠിച്ചു. ആ ഒബ്സർവേഷൻസ് അവൻ ഒബ്സർവ് ചെയ്യപ്പോൾ, സൂര്യയെ ഒബ്സർവ് ചെയ്തപ്പോൾ അവൻ എന്തോ പഠിച്ചു. Soon realizing the change in himself. അപ്പോൾ അവൻ്റെ ചേഞ്ച് തന്നെ റിയലൈസ് ചെയ്തു. അവൻ ചേഞ്ച് ആയത് അവൻ റിയലൈസ് ചെയ്തു. He had even begun playing hide and seek. അപ്പോൾ പ്രഭാത് ആണെങ്കിലോ ഹൈഡ് ആൻഡ് സീക്ക് വരെ കളിക്കാൻ തുടങ്ങി. അവൻ നേരത്തെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവൻ തോക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അവൻ തോറ്റാൽ അവന് ടെറിബിൾ ആയിരിക്കും, അവന് ഭയങ്കര വിഷമമുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവൻ ഹൈഡ് ആൻഡ് സീക്ക് വരെ കളിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവൻ്റെ ഈ ലൂസിങ്ങിനോടുള്ള വിഷമം മാറി. And felt sad whenever it was about to end. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് എൻഡ് ചെയ്യാറായപ്പോൾ അവന് സാഡ്നെസ്സും തോന്നി. അവൻ അത് ഏത് ഗെയിം ആയാലും എൻഡ് ചെയ്യാറാവുമ്പോൾ അവൻ ഭയങ്കര സാഡ് ആവും. He also started joking while playing badminton. അപ്പോൾ അവൻ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോക്ക് ചെയ്യാനും തുടങ്ങി. നേരത്തെ അവൻ ജോക്കൊന്നും ചെയ്യില്ലായിരുന്നു, ഗെയിമിൽ ഫുൾ ഫോക്കസിങ് കൊടുത്തായിരുന്നു ചെയ്യുന്നത്. Soon the other students started talking among themselves. അപ്പോൾ പെട്ടെന്ന് തന്നെ the other students, വേറെ സ്റ്റുഡൻസ്, അവരുടെ ക്ലാസ്സിലുള്ള വേറെ സ്റ്റുഡൻസ് started talking among themselves. അവരുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആ പ്രഭാതിന്റെ ചേഞ്ചിനെ കുറിച്ച് ടോക്ക് ചെയ്യാൻ തുടങ്ങി. ഗുഡ് ഫൺ പ്ലേയിങ് വിത്ത് പ്രഭാത്. പ്രഭാതിന്റെ കൂടെ കളിക്കുമ്പോൾ നല്ല ഫണ്ണുണ്ട്. That fellow definitely has a great sporting spirit. അവന് നല്ല സ്പോർട്ടിംഗ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ സ്പോർട്ടിംഗ് സ്പിരിറ്റ്, ഈ ചാപ്റ്റർ ഫുള്ള് സ്പോർട്ടിംഗ് സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്താണ്? Respecting each player in a game and being fair in the game. ഗെയിമിൽ എല്ലാ പ്ലെയറിനെയും റെസ്പെക്ട് ചെയ്യുന്നതും ഗെയിമിൽ ചീറ്റിംഗ് ചെയ്യാതിരിക്കുന്നതും ഇതിനെ എല്ലാത്തിനെയും നമുക്ക് സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്ന് പറയാം. ഒരു നല്ല പ്ലെയർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മുടെ വീഡിയോ ഇവിടെ ഓവർ ആയിട്ടുണ്ട്. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾസോ പ്ലീസ് ക്ലിക്ക് ഓൺ ദി ബെൽ ഐക്കൺ. ബൈ.